അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് 7-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. അർജുനെ ജീവനോടെ തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ള ഉറപ്പാണ് എല്ലാവർക്കുമുള്ളത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അർജുൻ ഓടിച്ചിരുന്ന ആ വണ്ടിയുടെ പ്രത്യേകത തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കർണാടകയിലെ അങ്കോലയിലെ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റെ തിരിച്ചുവരവിനായുള്ള പ്രാർത്ഥനയിലാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. കർണാടക രജിസ്ട്രേഷനിലുള്ള KA 15A 7427 എന്ന ഭാരത് ബെൻസ് ലോറിക്കൊപ്പം അർജുനെ കാണാതായിട്ട് 7 ദിവസമായി. കർണാടകയിലെ ബെൽഗാമിൽ നിന്ന് എടവണ്ണയിലേക്ക് തടി കയറ്റി വരികയായിരുന്നു അർജുൻ. തടി കയറ്റിയ ലോറിക്ക് ഏകദേശം 25 ടൺ ഭാരമുണ്ട്. ഭാരത് ബെൻസിൻ്റെ 3523 R BSVI 8X 2N 3-10 എന്ന 12 വീൽ ട്രക്കിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ് അർജുൻ ഓടിച്ചിരുന്നത്. ഭാരത് ബെൻസിൻ്റെ ഈ ട്രക്കിൻ്റെ ഡ്രൈവർ ക്യാബിൻ സ്ട്രോങ് ആണെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. വിശാലമായ ക്യാബിൻ റൂമാണ് ഈ ട്രക്കിൻ്റെ പ്രത്യേകതയെന്നും ക്ലീനറില്ലാതെ ഒറ്റയ്ക്ക് ഓടിച്ചു പോകാൻ കഴിയുന്നതടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള ലോറിയാണിതെന്നും ഈ മേഖലയിലെ ഡ്രൈവർമാർ പറയുന്നു. ശക്തമായ ബാറ്ററിയാണ് വാഹനത്തിലേത്. എൻജിൻ ഓഫായാലും ഇനീഷ്യൽ ഓണായിരിക്കും. എയർ സർക്കുലേഷൻ ലഭിക്കുന്ന വിധത്തിൽ പിന്നിൽ എയർ ഹോളുകൾ ഉള്ളതും പ്രതീക്ഷയ്ക്ക് ബലം പകരുന്നു. ഇഗ്നീഷ്യൻ ഓണാണെങ്കിൽ AC പ്രവർത്തിക്കുമെന്നും ഈ വാഹനം ഓടിക്കുന്നവർ പറയുന്നു. ഗ്ലാസ് പൊട്ടിയില്ലെങ്കിൽ മണ്ണു കയറില്ല. ഭാരത് ബെൻസ് 26.3 ടൺ പേലോഡ് കപ്പാസിറ്റി നൽകുന്നു. മൊത്തം വാഹനഭാരം 35 ടണ്ണാണ്. 12 വീലർ ഭാരത് ബെൻസ് 3523 R ട്രക്ക് 7200 cc ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ശക്തമായ എൻജിനാണ് വരുന്നത്. ഇത് 241 HP-യും 850 Nm ഉയർന്ന ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് അർജുൻ ജീവനോടെ തന്നെ നമുക്ക് ലഭിക്കും എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ലോക മലയാളികളെല്ലാവരും തന്നെ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷം. ഇൻഷാ അള്ളാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ അടുത്ത സമയങ്ങൾ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.